ഹലോ, വെൽക്കം ടു ലൂക്ക് സ്റ്റോക്സ്. വെള്ളത്തിൽ ഓടുന്ന വാഹനങ്ങൾ വരുന്ന കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പെട്രോൾ അടിക്കാനുള്ള പൈസ വേണ്ട, പൊല്യൂഷൻ ഇല്ല, ചാർജിങ് ടൈം ആണെങ്കിൽ വളരെ കുറവ്. നമ്മളെല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്നത് അങ്ങനെയൊരു വാഹനത്തിനു വേണ്ടിയായിരിക്കും. എന്നാൽ അത്തരം വാഹനങ്ങൾ വിദൂരമല്ല എന്ന ഉറപ്പാണ് ഇപ്പോൾ ടൊയോട്ട നൽകുന്നത്. ഹൈഡ്രജൻ ഇന്ധനമാക്കി പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്ക് പുറമെ വാട്ടർ ബേസ്ഡ് എഞ്ചിനുകൾ നിർമ്മിക്കാനൊരുങ്ങുകയാണ് ടൊയോട്ടോ. ഓൾറെഡി ഇലക്ട്രിക് കാറുകൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഭാവിയിൽ ഹൈഡ്രജൻ ബേസ്ഡ് വാഹനങ്ങൾ വരുമെന്നത് നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ സംസാരിച്ചിരുന്നു. ടൊയോട്ടയുടെ മിറൈ വാഹനങ്ങൾ ഓൾറെഡി ഹൈഡ്രജൻ സെല്ലുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവയാണ്. ഇലക്ട്രിക് കാറുകളെ അപേക്ഷിച്ച് ഈ വേസ്റ്റ് കുറവും കൂടുതൽ ലോങ് റണ്ണും കിട്ടുന്നവയാണ് ഹൈഡ്രജൻ ഫ്യൂവൽഡ് വാഹനങ്ങൾ. എന്നാൽ അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാട്ടർ ബേസ്ഡ് എഞ്ചിനുകൾ നിർമ്മിക്കാനാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് വാട്ടർ ബേസ്ഡ് എഞ്ചിനുകൾ? എന്താണ് അവയുടെ സ്പെഷ്യാലിറ്റീസ്? എങ്ങനെയാണ് ഇവ വർക്ക് ചെയ്യുന്നത്? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വാട്ടർ ബേസ്ഡ് എഞ്ചിനുകളിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഇലക്ട്രോപ്ലേറ്റ്സ് വെച്ച് ഇലക്ട്രോലൈസ് ചെയ്ത് ഓക്സിജനും ഹൈഡ്രജനുമായി വിഘടിപ്പിക്കുന്നു. ശേഷം അതിലെ ഹൈഡ്രജൻ ബേൺ ചെയ്താണ് എഞ്ചിൻ ആവശ്യമായ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ ഹൈഡ്രജൻ ഒരു ഹൈ എനർജി ഡെൻസിറ്റി ഉള്ള വാതകമാണ്. അതുകൊണ്ട് തന്നെ ലാർജ് എമൗണ്ട് ഓഫ് എനർജി പെർ യൂണിറ്റ് സ്റ്റോർ ചെയ്യാൻ ഹൈഡ്രജന് കഴിയും. ഇതിലൂടെ ഹൈഡ്രജൻ ബേസ്ഡ് വാഹനങ്ങൾക്ക് ലോങ്ങർ റൺ കിട്ടുന്നു. ട്രഡീഷണൽ ഫ്യൂവൽ എഞ്ചിനെ അപേക്ഷിച്ച് വളരെ ക്ലീൻ എമിഷനാണ് വാട്ടർ ബേസ്ഡ് എഞ്ചിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രിക് വാഹനങ്ങളാണെങ്കിൽ എനർജി ഫില്ലിങ്ങിന് വേണ്ടി വളരെ ടൈം കൺസ്യൂം ചെയ്യേണ്ടി വരും. അതിപ്പോൾ എത്ര വലിയ ഫാസ്റ്റ് ചാർജിങ് കൊണ്ടുവന്നാലും കുറച്ചധികം സമയം തന്നെ എനർജി ഫില്ലിങ്ങിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. എന്നാൽ ഇതിനെ അപേക്ഷിച്ച് വാട്ടർ ബേസ്ഡ് എഞ്ചിനുകളിൽ ടൈം കൺസംഷൻ നമുക്ക് കുറയ്ക്കാനാകും. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇലക്ട്രിക് വാഹനങ്ങളിലെ ബാറ്ററിക്ക് ആവശ്യമായ മെറ്റീരിയൽസ് ലൈക്ക് ലിഥിയം, കോബാൾട്ട്, നിക്കൽ തുടങ്ങിയ മൂലകങ്ങളുടെ ഖനനവും റിസോഴ്സ് കണ്ടെത്തലുമെല്ലാം വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. എന്നാൽ വാട്ടർ ബേസ്ഡ് വാഹനങ്ങളിൽ ഇത്തരം മൂലകങ്ങളുടെ ആവശ്യമില്ല. ഡിസ്റ്റിൽഡ് വാട്ടറാണ് ഇതിലെ പ്രധാന ഘടകം. ഇത്തരം എഞ്ചിനുകൾ കാറുകൾക്കോ ട്രക്കുകൾക്കോ എന്തിനേറി പവർ ജനറേറ്ററിൽ വരെ നമുക്ക് ഉപയോഗിക്കാനാകും. വിവിധ തരം അപ്ലിക്കേഷനുകളിൽ ഇത്തരം എഞ്ചിൻസ് സ്യൂട്ടബിൾ ആണ്. ഇത്രയൊക്കെ നമ്മൾ സംസാരിച്ചുവെങ്കിലും ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ, ഇതുവരെ ഇത്തരം എഞ്ചിനുകളിൽ വളരെയധികം എഞ്ചിനീയേഴ്സ് വർഷങ്ങളായി റിസർച്ച് ചെയ്തിട്ടും പ്രൊഡക്ഷനിലേക്ക് എത്തിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു എഞ്ചിൻ ഉണ്ടാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ്. എന്നാൽ എന്നും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ അത്ഭുതങ്ങൾ തീർക്കാറുള്ള ടൊയോട്ട കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിൻ്റെ പണിപ്പുരയിലാണ്. ടൊയോട്ട വാട്ടർ ബേസ്ഡ് എഞ്ചിനുകൾ നിർമ്മിക്കുക തന്നെ ചെയ്യുമെന്നാണ് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത്. ഇനി ഇത്തരം എഞ്ചിനുകൾ നിർമ്മിച്ചാൽ തന്നെയും ആദ്യഘട്ടത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് വളരെ വലിയ വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്നുണ്ട്. കൂടാതെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റോറേജ് ഓഫ് ഹൈഡ്രജൻ ഇവയുടെയൊക്കെ ചെലവ് വളരെ വലുതായിരിക്കും. എന്തായാലും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വലിയൊരു ചേഞ്ച് തന്നെയായിരിക്കും വാട്ടർ ബേസ്ഡ് എഞ്ചിൻ വെഹിക്കിൾ. അപ്പോൾ എന്താണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെയുള്ള കുഞ്ഞറിവുകൾക്കായി ഈ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. സ്റ്റേ ട്യൂൺഡ്.